സ്റ്റഡി വെല്ലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് പാരൻസ് ആയാലും കുട്ടികളായാലും അവരുടെ പേരൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭക്ഷ്യോൽപാദനം എന്ന ഒരു ഭാഗമായിരുന്നു എടുത്തത്. അത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എങ്കിലും നമുക്കൊന്നത് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതിൽ നമ്മൾ ഭക്ഷ്യോൽപാദനത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ചെയ്യാനും തുടങ്ങുകയാണെന്നുള്ളൊരു സൂചനയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അവരാദ്യം ഇണക്കി വളർത്തിയ മൃഗമായിരുന്നു നായ്. പിന്നെ ആട്, ചെമ്മരിയാട് തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നായകളെ ഇവർ എന്ത് ചെയ്യും, വേട്ടയാടലിന് കൊണ്ടുപോകും. വീണ്ടും കൃഷിക്കുമൊക്കെ, വീടല്ല ഗുഹകൾക്കും കൃഷിക്കുമൊക്കെ കാവൽക്കാരായിട്ടും ഈ നായകളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെന്ത് ചെയ്തു, വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ വരുന്നത് കണ്ട് കൃഷി എന്നൊരാശയം മുന്നോട്ട് വെക്കുകയാണ് ഉണ്ടായിരുന്നത്. ബാർലി, ഗോതമ്പ്, ചാമ, കിഴങ്ങുകൾ എന്നിവയാണ് ഇവർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും നദീതടങ്ങളിൽ കിട്ടുന്നത് കൊണ്ട് ഇവർ എന്ത് ചെയ്തു, നദീതടങ്ങൾക്ക് അടുത്തൊക്കെ ആയിട്ട് താമസം തുടങ്ങുകയും ചെയ്തു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം എന്ന ഭാഗമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാം ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ച് വെക്കാറുണ്ടോ? അതായത് ഇപ്പം നിങ്ങളൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങി, ഒരു ബേക്കറിയോ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റൊക്കെ എന്തെങ്കിലും വാങ്ങി, അത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കൂടെ ആ ദിവസം കഴിക്കുകയല്ല. അപ്പം ബാക്കി വന്ന സാധനങ്ങൾ എന്ത് ചെയ്യാറ്, നിങ്ങൾ അത് സംഭരിച്ച് വെക്കാറുണ്ടോ? എല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് നിങ്ങൾ സംഭരിച്ച് വെക്കാറുള്ളത്. എന്തിലൊക്കെയാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ച് വെക്കാറ്? നമ്മൾ ബോട്ടിൽസിലൊക്കെ വെക്കും അല്ലേ. അതായത് കുപ്പിച്ചില്ല് കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ ഉണ്ടാവും, പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാവും, മൺപാത്രങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ സംഭരിച്ച് വെക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദിമ മനുഷ്യർ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്തെല്ലാമായിരിക്കാം? നമുക്ക് നോക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. അവർ അന്നേക്ക് മാത്രമായിരുന്ന ഭക്ഷണങ്ങളായിരുന്നു ശേഖരിച്ച് വെച്ചത്. അതായത് വേട്ടയാടലൊക്കെ അങ്ങനെ ആയിരുന്നു, അന്നേക്ക് വേണ്ടത് മാത്രമായിരുന്നു ശേഖരിച്ച് വെച്ചത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. അപ്പോഴാണ് ഇവർ കൃഷി തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, വിചാരിച്ചത് അധികവും, അവർക്ക് അന്നേക്കുള്ളത് മാത്രമല്ല അതിൽ കൂടുതൽ ഭക്ഷണം എന്ത് ചെയ്തു, വരാൻ തുടങ്ങി അല്ലേ. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അത് അവർക്കൊരു ആവശ്യമായിട്ട് വരികയാണ്. പിന്നെ അതായത് ബാക്കി വന്ന കുറേ ഭക്ഷണങ്ങൾ ബാക്കി വരുമ്പോൾ അത് കളയാൻ അവർക്ക് കഴിയില്ല. അതായത് അത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയത്, അതുകൊണ്ട് അത് കളയാൻ അവർക്ക് തോന്നിയില്ല. അവരെന്ത് ചെയ്തു, ഇതിനായിട്ട് മറ്റ് സൗകര്യങ്ങൾ എന്ത് ചെയ്തു, കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ ബാക്കി വന്നവ ഇന്ന് നമുക്കറിയാം, പ്ലാസ്റ്റിക് കുപ്പികൾ വാങ്ങാം, പ്ലാസ്റ്റിക് ബോട്ടിൽസും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. കുപ്പികൾ, കുപ്പിച്ചില്ല് കൊണ്ടുള്ളത്, മൺപാത്രങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം അന്ന് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഒന്നാമത് മൺപാത്രങ്ങൾ. അത് നമുക്ക് ഏറ്റവും അറിയുന്നൊരു സാധനമാണ് അല്ലേ, മൺപാത്രങ്ങൾ. പിന്നെ മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, മൃഗത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ സഞ്ചികൾ ഉണ്ടാവും. അതായത് പുലിൻ്റെയും ഒരു വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ തോല് ഉപയോഗിച്ച് അവർ സഞ്ചി നിർമ്മിച്ചിട്ടു. ഈറ്റ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. അതായത് ഈറ്റ എന്ന് പറയുന്നത് നമ്മൾ പുഴേൻ്റെ പക്കത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനം, ഒരു ചെടി. ആ ചെടികൾ കൊണ്ട് ഉണ്ടാക്കിയ കുട്ടകൾ. പിന്നെന്താ, മരപ്പാത്രങ്ങൾ കൊണ്ട്, അതായത് മരത്തിൻ്റെ കുറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച പാത്രങ്ങൾ. പത്തായം പോലുള്ള സൗകര്യങ്ങൾ, അതായത് ഒരു വലിയ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പത്തായം പോലെയുള്ള സൗകര്യങ്ങൾ. മൺഭരണികൾ, മണ്ണുകൊണ്ടുള്ള ഭരണികൾ എന്നിവയിലൊക്കെ ആയിരിക്കാം ഇവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക. എങ്കിൽ ആ പച്ച ബോക്സ് നോക്കിയാലോ. ആദ്യകാല കാർഷികോപകരണങ്ങൾ കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു ഇവരുടെ പണ്ട് കാലത്ത് ഉള്ള കാർഷികോപകരണങ്ങൾ. നമുക്കിപ്പം കാർഷികത്തിന് പടന്നുണ്ട്, കൈക്കോട്ടുണ്ട്, പാരുണ്ട്, കമ്പിപ്പാര, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഇലക്ട്രോണിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാർഷിക ഉപകരണങ്ങൾ നമുക്കുണ്ട്. അപ്പം ആദ്യകാലത്ത് എന്തൊക്കെയായിരുന്നു, കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ ഇവരൊക്കെയായിരുന്നു മനുഷ്യൻ്റെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി.
അതായത് ഇവർക്ക് അവിടെയുള്ള നദീതടങ്ങളിലെ മണ്ണ് ഇളക്കിയിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മണ്ണൊക്കെ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ വിത്തിടാൻ. അപ്പം ഇങ്ങനെ എന്താ പറയുക, മണ്ണ് ഇളക്കി വിത്ത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഈ ഉപകരണങ്ങൾ ഇവർക്ക് സഹായകമായി. എന്നാൽ അടുത്ത പേജ് നോക്കാം. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. ഇങ്ങനെ നമ്മൾ മൺകട്ട എടുത്ത് വെള്ളത്തിലിട്ട് അത് അലിഞ്ഞു പോകും. അത് അവർക്കും അറിയായിരുന്നു, കാരണം അവർ കൃഷി ചെയ്യുന്നൊക്കെ ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്കും അറിയാം വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. അതായത് അതേ മണ്ണിനെ തന്നെ കുഴച്ചിട്ട് ഒരു പാത്രത്തിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയിട്ട് അതിൽ ചുട്ടെടുത്താൽ അതിലെന്ത് ചെയ്യാം, വെള്ളം എടുക്കാമെന്നും അതിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. പണ്ടെങ്ങനെയായിരുന്നു, ഇവർ കളിമണ്ണ്, സദാ മണ്ണല്ല, നമ്മൾ കളിമണ്ണ് ഉപയോഗിച്ചിട്ടായിരുന്നു എന്ത് ചെയ്ത് പാത്രങ്ങൾ ഉണ്ടാക്കി. അതും ഒരു മെഷീനോ അങ്ങനെയൊന്നും കൊണ്ടല്ലായിരുന്നു അവരത് ഉണ്ടാക്കിയത്. അവരവർ കൈകൊണ്ട് തന്നെ നിർമ്മിച്ചായിരുന്നു മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. കൃഷി ഇവർ കുറച്ചും കൂടി മെച്ചപ്പെട്ട് തുടങ്ങിയപ്പോൾ ഇവരെ കയ്യിൽ ഒരുപാട് ധാന്യങ്ങൾ വന്നു. ഈ ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള പാത്രങ്ങൾ എന്ത് ചെയ്തു, നിർമ്മിക്കേണ്ടി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവർ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആഹാരം പാകം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞു കളിമണ്ണുകൊണ്ട് കൈ ഉപയോഗിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ഉണ്ടാക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത്, ആ ചക്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു പിന്നീട് പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇങ്ങനെ ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവാണെന്നും പറയുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിനും കാരണമായി. ഈ ഒരു കണ്ടുപിടുത്തം മൺപാത്രം നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമാവുകയാണ്. അതായത് കുറച്ചും കൂടി നിലവാരം കൂടുന്നതിന് കാരണമാവുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾ സംരക്ഷിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നത് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ ഈ നെല്ലുകളൊക്കെ ഭക്ഷ്യധാന്യങ്ങളൊക്കെ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള ബോക്സിൽ ധാന്യപ്പുര എന്താണെന്നുണ്ട്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. ഇവിടെയുള്ളതിൽ ഏറ്റവും പ്രധാനമായൊരു സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര എന്ന് പറയുന്നത്. അവ ഇഷ്ടിക കൊണ്ടായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇവർ പല നാടുകളിലൊക്കെ പോയിട്ട് അവിടുന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് എവിടെ സൂക്ഷിച്ചു വെക്കും, ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ഏതൊക്കെ തരത്തിലായിരിക്കാം അവർ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിച്ചിട്ടുണ്ടാവുക? വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിച്ച് അവരുടെ സഹായത്തോടു കൂടി അന്വേഷണക്കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയൊക്കെ ആയിരിക്കാം അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്നവരൊക്കെ തന്നെ എങ്ങനെയായിരിക്കാം ഈ ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, ഇതെല്ലാം ശേഖരിച്ച് നിങ്ങളൊരു അന്വേഷണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി.